Hi dears, welcome back to Fashion Week Designs. Pure viscose georgette fabric വരുന്ന കളക്ഷൻസ് ആണ്. ഭയങ്കര ഡിമാൻഡഡ് ആണ്. ഇത് ഈ ടൈപ്പ് ഫാബ്രിക്സ് വേണ്ടാത്തവർ നമ്മൾക്ക് വേറെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വീഡിയോസും കൂടെ വാച്ച് ചെയ്യുക. ഇത് ഇപ്പം മാർക്കറ്റിൽ ഇപ്പം ഏറ്റവും കൂടുതൽ മൂവിങ് ആവുന്ന എല്ലാ ഫാബ്രിക്സ് അല്ല, അതിൽ വൺ ഓഫ് ദ ഫാബ്രിക് ആണ് ഈ വിസ്കസ് ജോർജറ്റ്. അധികം ചൂടൊന്നും എടുക്കുകയല്ല. ആൻഡ് ഇങ്ങനത്തെ ഫാബ്രിക്സ് ഉപയോഗിക്കുന്നവർ ഇത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പം ഇതിന് നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് മിക്ക ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഡിസൈൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ അപ്പം ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദിവസം കണ്ടതിനും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. അതായത് പാനൽ സ്റ്റൈലിൽ ഫ്രണ്ടിൽ നിന്നും താഴെ ഭാഗം വരെ ഇത് ഈ ഒരു വലിയൊരു ബാട്ടിക് ഡിസൈൻ, അതിൽ ഫുള്ളും ഹാൻഡ് വർക്ക് ചെയ്തേക്കുവാണ്. ഈ ത്രെഡ് വർക്ക് കണ്ടോ, ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നു. അതിൻ്റെ കളർ ഷെയ്ഡ്സ് 4 ബ്ലാക്ക്, പർപ്പിള്, യെല്ലോ ആൻഡ് ഈ ഒരു ടെറാക്കോട്ട കളർ. സോ ഫസ്റ്റ് കളർ ഈ ഒരു ടെറാക്കോട്ടയാണ്. എൻ്റെ വർക്ക് കണ്ടത് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പാനൽ പോലെ താഴെ ഭാഗം വരെയും ഹെവി ബാറ്റിക് വിത്ത് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നു. ആൻഡ് എൻ്റെ ബാക്ക് വരുമ്പം ഇതുണ്ട്, സിംഗിൾ ആയിട്ട് ആ ഒരു ബാറ്റിക് ഡിസൈൻ വിത്ത് ഡയമണ്ട് ബോർഡർ, അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ അത് ഫ്രണ്ടിലോ ബാക്കിലോ ആക്കാം. ഫ്രണ്ടിൽ അതായത് ഈ പാനൽ പോലത്തെ വർക്കിനകത്ത് ഹാൻഡ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് എൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞ് ജസ്റ്റ് കളേഴ്സ് നോക്കാം. ഇങ്ങനെ വരും. ടോപ്പ് ദുപ്പട്ട വരുന്നത് പ്യുവർ ജോർജറ്റിൽ തന്നെയാണ്, വിസ്കസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുള്ളി ആ ഒരു ഡിസൈൻ തന്നെയാണ്. ഇതൊന്നും വാഷബിൾ ആയിട്ടുള്ള ഫാബ്രിക്സ് അല്ല, പ്യുവർ ജോർജറ്റ് ആണ്. പ്യുവർ ആയിട്ടുള്ള ഒരു ഫാബ്രിക്സും വാഷബിൾ ആയിട്ടല്ല. അത് ഇങ്ങനെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഷ്രിങ്കേജ് വരും. സോ ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. ബോട്ടം പ്യുവർ ഷാൻഡോൺ, അതിൽ വന്നിട്ടും ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ. കളർ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. ഈ ജോർജറ്റ് ഫാബ്രിക്കിൽ, അതായത് ഈ പ്യുവർ ജോർജറ്റിൽ ഈ ടൈപ്പ് യെല്ലോയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസ് എടുത്താലും ഈ ഒരു കളർ ഇൻക്ലൂഡഡ് ആണ്. ഭയങ്കര മൂവിങ് കളർ ഷെയ്ഡാണ് ഇത് വന്നിട്ട്. ബാക്കി എല്ലാ കളേഴ്സും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ബട്ട് ഈ ഒരു കളർ അധികം ചേഞ്ച് ഇല്ല. ഇത് എപ്പോഴും തന്നെ ഓൾമോസ്റ്റ് എല്ലാ സെറ്റ്സുകളിലും വരുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു കളർ എന്ന് പറഞ്ഞത്. അത് ഭയങ്കര ബ്രൈറ്റ് അല്ല, എന്നാൽ നല്ല ലുക്കുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡാണ് ഇത്. ഏത് സ്കിൻ ടോൺ ആണെങ്കിലും, ഇപ്പം കുറച്ചും കൂടെ ഡാർക്കായിട്ട് നിൽക്കുന്നവരെ നോക്കിയാൽ ഇപ്പം മനസ്സുദ്ദേശിച്ചാലും ഈ ഒരു കളർ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ തെളിച്ചമുണ്ട്, അത്രയും ഡാർക്ക് ഫീലിംഗ് വരില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഡിസൈൻസിനെയും കൂടി ഈ ഒരു കളർ ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് എൻ്റെ ഓവറോൾ അഡൽ ലുക്ക്. 1540 സോ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഒരു ഡാർക്ക് പ്ലം കളർ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇതിൽ ത്രെഡ് വർക്കും സീക്വൻസിങ്ങും ഉണ്ട്. അത് ഈ ബാട്ടിക്കിൻ്റെ അകത്ത് മാത്രമേ ആ വർക്ക് കൊടുത്തിട്ടുള്ളൂ, ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കിൽ വരുമ്പം സിംഗിൾ ബാട്ടിക് ഡിസൈൻ വിത്ത് ഡയമണ്ട് ബോർഡർ, ദുപ്പട്ട ഫുള്ളി വർക്ക്. ആൻഡ് ബോട്ടം വരുമ്പോഴും ഇതുപോലെ സ്കാറ്റർ ചെയ്ത ആ ഒരു ഡിസൈൻ ഉണ്ട്. പ്യുവർ ഫാബ്രിക്കിലാണ് ബോട്ടം. സോ ലാസ്റ്റ് വൺ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ബ്ലാക്ക് ആണ്, ജെറ്റ് ബ്ലാക്ക് ആണ് കളർ വരുന്നത്. ഇത്രയും ഷെയ്ഡ്സേ ഉള്ളൂ. താങ്ക് യു.